ആരി വർക്കിൻ്റെ ക്ലാസ്സിൽ പാറ്റേൺ സ്റ്റിച്ച് ടൈപ്പ് 2 എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഇങ്ങനെ റൗണ്ട് വരച്ചെടുക്കാം. റൗണ്ട് വരച്ചതിന് ശേഷം ഇങ്ങനെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ ലൈൻസ് വരച്ചെടുക്കാം. ഈ ലൈൻസ് വരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻസ് വരച്ചു കൊടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ഔട്ടർ ലൈന് കൊടുക്കുകയാണ്. ചെയിൻ സ്റ്റിച്ചിലാണ് ഔട്ടർ ലൈന് കൊടുക്കുന്നത്. ആ റൗണ്ടിൽ ഔട്ടർ ലൈന് കൊടുത്തെടുക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ആരി വർക്കിൻ്റെ ക്ലാസ് ഒന്നാമത്തേത് മുതൽ കാണാനായിട്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതിൽ നോക്കിയിട്ട് കണ്ടിട്ട് ചെയിൻ സ്റ്റിച്ച് അറിയാത്തവരൊക്കെ ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് ചെയ്ത് പഠിക്കണേ. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ടർ ലൈന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യാൻ പോകുന്നത് ഈ ലൈൻസ് ഇല്ലേ, നേരത്തെ വരച്ച 1/4 ഇഞ്ച് ഗ്യാപ്പിലെ ലൈൻസിന് നേരെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അത് നേരത്തെ ചെയ്ത ഔട്ടർ ലൈനിലെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ അവസാനിപ്പിക്കുകയും വേണം. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് അവസാനിപ്പിച്ചെടുക്കാം. ആദ്യത്തെ ലൈന് ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെയും അടുത്തതായിട്ടുള്ള ലൈൻസൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ചെയ്യാനുള്ളത് കഴിഞ്ഞ ക്ലാസ് ചെയ്തതുപോലെ തന്നെ ആ ഔട്ടർ ലൈനിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യലാണ്. ഇതൊക്കെ ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെ ഓരോ ടൈപ്പാണ്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട് പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയതിന് ശേഷം ഈ വീഡിയോ കാണാം കേട്ടോ. ഇതിൻ്റെ ഓരോ ലൂപ്പും എടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ. അങ്ങനെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നേരത്തെ ആരി വർക്കിൻ്റെ ടൈപ്പ് 1ലും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അതിന് ഔട്ടർ ലൈന് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. നമ്മൾ വാട്ടർ ഫില്ലിംഗ് ഒക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ് ആരി വർക്കിൻ്റെ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. അതിന് വ്യത്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ ബോർഡർ കൊടുക്കുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമേ ടൈപ്പ് 1ലുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഓരോ സ്റ്റിച്ച് അവസാനിപ്പിക്കുന്നത് ആ എൻഡിലില്ലേ, ഈ റൗണ്ടിന് കൊടുത്തിട്ടുള്ള ആ എൻഡിൽ തന്നെ എൻഡ് നോട്ട് കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈൻസൊക്കെ വരച്ചിട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ലൈൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. കുറേ ചെയ്താൽ നന്നായിട്ട് കിട്ടും. പിന്നെ ഇങ്ങനെ നോട്ട് ഇടുമ്പോൾ ആരിൻ്റെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ചെയ്തങ്ങ് ശരിയായിക്കോളും. ഫസ്റ്റ് ലെയർ ഇങ്ങനെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുക കേട്ടോ. ഇതിനോട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ വലുതായിട്ട് മുകളിലോട്ട് കാണുന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് ആ സൂചി എടുത്തിട്ട് താഴേക്ക് ഈ നൂലിട്ട് വലിച്ച് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ വലിച്ച് താഴോട്ടാക്കി കൊടുത്താൽ മതിയേ. ഈ ആദ്യത്തെ ലെയർ ചെയ്തതുപോലെ തന്നെ ബാക്കിയും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അതനുസരിച്ച് ടൈപ്പ് 1 ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്തിട്ട് മുകളിലത്തേതില്ലേ, മുകളിൽ നിന്ന് തുടങ്ങുമ്പോൾ അടുത്ത ഇത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ കാണുന്നത് പോലെ തന്നെ അതായത് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് തന്നെ ചെയ്യണേ. നേരത്തെ വീഡിയോ കണ്ടിട്ട് ഇത് കാണണം കേട്ടോ. എന്നാലേ കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ ലെയറും ചെയ്തെടുക്കുക. പാറ്റേൺ സ്റ്റിച്ച് ടൈപ്പ് 2 ആയിട്ടോ.